നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മലയാളത്തിൽ അടുത്ത ഇൻഡസ്ട്രി ഹിറ്റ് ആവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ചിത്രമാണ് ഈ 27-ാം തീയതി തിയേറ്ററുകളിൽ എത്താൻ പോകുന്ന മോഹൻലാൽ നായകനായിട്ടുള്ള എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രം. ഒരു കാര്യം ഉറപ്പാണ്, ചിത്രത്തിന് പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ടുള്ള അഭിപ്രായം കിട്ടിയാൽ പോലും ചിത്രം ഫസ്റ്റ് ഡേ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രമായിട്ട് ഈ സിനിമ മാറുമെന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. വേൾഡ് വൈഡ് ചിത്രത്തിന് നല്ല കളക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായം കിട്ടണം. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ എവിടെയെല്ലാം ചിത്രം റിലീസ് ചെയ്യുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സിനിമയ്ക്ക് ഒരു ഹെവി ബഡ്ജറ്റ് വന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ ചിത്രത്തിന് വേണ്ടി പല വിദേശ രാജ്യങ്ങളിലും റിലീസിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള, അല്ലെങ്കിൽ പലയിടത്തും റിലീസിങ് സാധ്യമാക്കിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. അത് വേറെ ഒന്നുമല്ല, ജർമ്മനിയിലെ ചിത്രത്തിൻ്റെ റിലീസിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ്. ജർമ്മനിയിൽ ഇതുവരെയുള്ള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു ഇന്ത്യൻ നടൻ എന്ന് പറയുന്നത് ഷാരൂഖ് ഖാനാണ്. അത് നിങ്ങളിൽ പലർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. എന്നാൽ ഷാരൂഖ് ഖാൻ്റെ ലാസ്റ്റ് ഇറങ്ങിയ 2 ചിത്രങ്ങളും, അതായത് വലിയ ഹിറ്റായി മാറിയ 2 ചിത്രങ്ങൾക്കും ജർമ്മനിയിൽ റിലീസിങ് കിട്ടിയത് 100 സെൻറ്ററുകളിലാണ്. 2 സിനിമകൾക്കും 100, പത്താനായാലും മറ്റ് ചിത്രമായാലും 100 തിയേറ്ററുകളിലാണ് ചിത്രത്തിന് റിലീസിങ് കിട്ടിയത്. ഒരു സൗത്ത് ഇന്ത്യൻ സിനിമയ്ക്ക് പോലും ഇതിൻ്റെ അടുത്ത് പോലും എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ആ ഒരു പോയിന്റിലേക്ക് മോഹൻലാൽ അടിച്ചു കയറിയിരിക്കുന്നു, അല്ലെങ്കിൽ എമ്പുരാൻ അടിച്ചു കയറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യം. 100 സെൻറ്ററുകളിലേക്ക് എത്താൻ സിനിമയ്ക്ക് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ഇതുവരെ 87 സെൻറ്ററുകളിൽ ചിത്രത്തിൻ്റെ റിലീസിങ് ചാർട്ട് ചെയ്ത് കഴിഞ്ഞു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അത് ഒരു പക്ഷേ 90ലേക്ക് എത്തിയേക്കാം എന്നുള്ള ന്യൂസുകളും വരുന്നുണ്ട്. എന്ത് തന്നെയായാലും 90 ആയാലും 87 ആയാലും ഒരു സൗത്ത് ഇന്ത്യൻ സിനിമ നേടുന്ന ഏറ്റവും വലിയ റിലീസാണ് ജർമ്മനിയിൽ ഈ ചിത്രത്തിന് ലഭിക്കാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. സിനിമയ്ക്ക് പോസിറ്റീവാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഇതേ സെൻറ്ററുകളിൽ ഒരാഴ്ചയോളം പിടിച്ചു നിൽക്കാൻ സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഭീകരമായിട്ടുള്ള വേൾഡ് വൈഡ് കളക്ഷൻ ആയിരിക്കും ചിത്രത്തിന് നേടാൻ പോകുന്നത്. എന്ത് തന്നെയായാലും എല്ലാ പോസിറ്റീവ് കിട്ടുകയാണെങ്കിൽ എല്ലാ രാജ്യങ്ങളിൽ നിന്നുമായിട്ട് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തുകയായിരിക്കും, ഒരു മലയാള സിനിമയ്ക്ക് കിട്ടാൻ പോകുന്ന തുകയായിരിക്കും ഇതിന് കിട്ടുക.